Guten Morgen, ma'am. ഗുട്ടൻ മോർണിംഗ് രഞ്ജു. ബാക്കിയുള്ളവരൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. Okay, ma'am.
Hallo Leute, guten Morgen. Guten Morgen. Guten Morgen. Yeah. So let's start with our session. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം. We have waited enough. So let's revise everything that we have learned in our last session. Last sessionൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ജാമലിലെ തേർഡ് കേസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ദാറ്റ് ഇസ് ഡാറ്റീവ്. ഓക്കെ, എന്തായിരുന്നു ഒരു ഡാറ്റീവ്? Yeah. Is used to indicate the indirect object. Yeah, dative object എന്ന് വെച്ചാൽ it is used to indicate indirect object. സെന്റൻസിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡാറ്റീവ് കേസ്. ഇനി ഡാറ്റീവ് കേസ് മോസ്റ്റ്ലി ഒരു പേഴ്സൺ ആവും എന്നുള്ളത് പറഞ്ഞു. ആൻഡ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു അവിടെ? Whom Where? or where, when. വെയിം എന്നുള്ളത്, Whom. ടു അല്ലെങ്കിൽ ഫോർ ഹൂം എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിക്കുന്നത്. ഇനി ഡാറ്റീവ് കണ്ടെത്താൻ നമ്മൾ രണ്ട് രീതികളാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയായിരുന്നു? Dative verbum preposition. Yeah, by looking at the dative verbs and preposition, we can find out dative object in a sentence. അല്ലെ? പിന്നെ dative verbs ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് verbs തന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ verbsന് ശേഷം വരുന്ന object will be dative object എന്നുള്ള പറഞ്ഞു. ഇനി അതുപോലെ തന്നെ by looking at the dative preposition, നമ്മൾ 9 prepositions പഠിച്ചു. ഏതൊക്കെയായിരുന്നു dative prepositions? Meet, Mit, Won, won, state, Right, zoo, Right, knock, Do, house, Knock, Oops, bay, Be, gegen, Nuber, Newber, Ozer. Hauser. Yeah. Mit, von, seit, zu, nach, aus, bei, gegenüber, außer. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡാറ്റീവ് പ്രപ്പോസിഷൻസ്. ഈ പ്രപ്പോസിഷന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? Dative. Dative ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. object. പിന്നെ നമ്മൾ നോക്കിയത് ആർട്ടിക്കിൾ ചേഞ്ചസ് ആയിരുന്നു. ആർട്ടിക്കിൾ ചേഞ്ച് ഏതൊക്കെ ജെൻഡറിലാണ് വരുന്നത്? Masculine, feminine, and എല്ലാത്തിലും. എല്ലാത്തിലും വരും അല്ലെ? 4 ജെൻഡേഴ്സിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? ആർട്ടിക്കിൾ ചേഞ്ച് വരുന്നുണ്ട്. മാസ്കുലിനില് ദേർ എന്നുള്ളത് എന്താവും? them. ഐൻ എന്നുള്ളത് എന്താവും? Ainam. ഐനമാവും. ഇനി കൈൻ എന്നുള്ളത് എന്താവും? Ainam. കൈനമായിട്ട് മാറും. അതുപോലെ തന്നെ ഫെമിനിനില് ദി എന്നുള്ളത് എന്താവും? There. ഐന എന്നുള്ളത് Einer. കൈന. Keiner. സെയിം വേ നോയ്ത്രൂമില് ദാസ് എന്നുള്ളത് Them. ഐൻ എന്നുള്ളത് Ainam. കൈൻ എന്നുള്ളത് Keinem. ഫൈനലി പ്ലൂറലില് ദി എന്നുള്ളത് Then. ദേനായിട്ട് മാറും. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഹോംവർക്ക്സും തന്നായിരുന്നു. കുറച്ച് പേര് അയച്ചിട്ടുണ്ട്, അയക്കാത്തവർ അയക്കാം. ആൻഡ് ഇന്ന് മോർണിംഗ് അയച്ചവരത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഐ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, യാ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതെങ്കിലും ഭാഗത്ത് ആർക്കെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ടോ? മാം, ആ എക്സാമ്പിളിൻ്റെ അകത്ത് ഇഷ് ഹാബെ ദം ഉണ്ട് ലാസ്റ്റ് തീർന്നില്ലേ? അതിൻ്റെ അകത്ത് ഹാബെ എന്തുകൊണ്ടാണ് മാഡം വരുന്നത്? ഇതായിരുന്നു ഹോംവർക്ക് ആയിരുന്നോ? ആ, ഹോംവർക്കിന്റെ ലാസ്റ്റത്തെ ഒരു ഹുണ്ട് യൂബർ എൽഎസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഐ ബിലീവ് ദി ഡോഗ് മോർ ദാൻ എനിത്തിങ് അല്ലെ? സോ ഇറ്റ് ഈസ് ബിലീവ്ഡ്. ബിലീവ് പാസ്റ്റ് ടെൻസ് ആണ്. ഇപ്പൊ നമ്മൾ അത് പാർട്ടിസിപ്പിൾ വൈയിലാണ് എഴുതുന്നത്. ഓക്കെ, പാർട്ടിസിപ്പിൾ വൈയിൽ എഴുതുമ്പോൾ നമുക്കറിയാം ഹെൽപ്പിംഗ് വെർബ് ആയ ഹാബനോ സൈനോ യൂസ് ചെയ്യണം. ഇവിടെ മൂവ്മെന്റ് ഇല്ല. മൂവ്മെന്റ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാബനാണ് ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇഷ് ഹാബ് എന്ന് വന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു. വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ,
വൺ സെക്കൻഡ്, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ നമ്മുടെ ഡാറ്റീവിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നോക്കുന്നത്. ഡാറ്റീവിലെ പെസോനാൽ പ്രോണോമൻ നമ്മൾ ഓൾറെഡി നോമിനാറ്റീവിലും അക്വസാറ്റീവിലും പെസോനാൽ പ്രോണോമൻ എങ്ങനെയാ വരിക എന്നുള്ള പഠിച്ചിട്ടുണ്ട്. നോമിനാറ്റീവ് വരുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് പെസോനാൽ പ്രോണോമൻ എങ്ങനെ വരും എന്നുള്ളതും, അക്വസാറ്റീവിൽ വരുമ്പോൾ അക്വസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പെസോനാൽ പ്രോണോമൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റീവിൽ പെസോനാൽ പ്രോണോമൻ വന്നാൽ നമ്മൾ എങ്ങനെയാ പറയാ എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അക്വസാറ്റീവിൽ നമ്മൾ മീ എന്ന് പറയാൻ മിഷ് എന്ന് പറയും അല്ലെ. ഇനി അത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? മിയർ എന്ന് പറയും. ഓക്കെ, മിയർ. ഓക്കെ, അതുപോലെ തന്നെ യു ഇൻഫോർമൽ ആയിട്ട് അക്വസാറ്റീവിൽ നമ്മൾ എന്താ പഠിച്ചത്? ഡിഷ് എന്ന് പഠിച്ചു അല്ലെ. അക്വസാറ്റീവ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡിഷ് എന്ന് പറയും. ഇനി അതൊരു ഡാറ്റീവ് ഒബ്ജക്റ്റ് ആവുകയാണെങ്കിൽ വിൽ ബി സെയിങ് ഡിയർ. ഡിയർ, മീ എന്നുള്ളതിന് മിയർ, യു ഇൻഫോർമൽ ആയി വരുമ്പോ ഡിയർ. ഇനി ഹിം എന്ന് പറയാൻ നമ്മൾ അക്വസാറ്റീവിൽ ഈൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഈൻ. ഇനി അത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഈം, ഈം. ഓക്കെ, ഇനി ഹർ എന്നുള്ളതിന് അക്വസാറ്റീവിൽ നമ്മൾ സി എന്ന് പഠിച്ചു വിത്ത് സ്മോൾ ലെറ്റർ എസ്, സി. ഇനി അത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആവുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഇയർ, ഇയർ. സോ മിയർ, ഡിയർ, ഈം, ഇയർ. ഇനി ഇറ്റ്സ് എന്നുള്ളതിന് നമ്മൾ അക്വസാറ്റീവിൽ എസ് എന്ന് പഠിച്ചു, എസ്. ഡാറ്റീവിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഈം ഇറ്റ്സെൽഫ്, ഈം. നെക്സ്റ്റ് വൺ എസ് എന്ന് പറയാൻ നമ്മൾ അക്വസാറ്റീവിൽ ഉൺസ് എന്ന് പഠിച്ചു. ഡാറ്റീവിൽ നോ ചേഞ്ച്, ഉൺസ് ഇറ്റ്സെൽഫ്, ഉൺസ്. യു ഓൾ എന്ന് പറയാൻ പ്ലൂറൽ ആയിട്ട് യു ഓൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിഷ് എന്നായിരുന്നു അക്വസാറ്റീവിൽ പഠിച്ചത്. ഡാറ്റീവിൽ ഇവിടെയും ചേഞ്ച് വരുന്നില്ല, ഓയിഷ് എന്ന് തന്നെ വരും. ഓക്കെ, ഓയിഷ്. നെക്സ്റ്റ് വൺ ഇസ് യു ഫോർമൽ ആയി പറയുമ്പോൾ നമ്മൾ അക്വസാറ്റീവിൽ സി വിത്ത് ക്യാപിറ്റൽ ലെറ്റർ എസ് ആയിരുന്നു പഠിച്ചിരുന്നത്. ബട്ട് ഡാറ്റീവിലേക്ക് വരുമ്പോൾ അതെന്തായി? ഈനൻ, ഈനൻ. അവിടെയും എന്താണ്? വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ഐ, ഈനൻ. ലാസ്റ്റ് വൺ ഡെം എന്നുള്ളതിന് നമ്മൾ അക്വസാറ്റീവിൽ സി വിത്ത് സ്മോൾ ലെറ്റർ എസ് പഠിച്ചു. അത് ഡാറ്റീവിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് ഈനൻ ഇറ്റ്സെൽഫ് ബട്ട് വിത്ത് സ്മോൾ ലെറ്റർ ഐ, ഈനൻ. ഓക്കെ, സോ വൺസ് അഗെയിൻ മീ എന്നുള്ളതിന് ഡാറ്റീവിൽ മിയർ എന്ന് പറയും, യു ഇൻഫോർമൽ ആവുമ്പോൾ ദിയർ എന്ന് പറയും, ഹിം എന്നുള്ളതിന് ഈം എന്ന് പറയും, ഹർ എന്നുള്ളതിന് ഇയർ എന്ന് പറയും, ഇറ്റ്സ് എന്നുള്ളതിന് ഈം എന്ന് തന്നെ പറയും, അസ് എന്നുള്ളതിന് ഉൺസ്, യു ഓൾ എന്നുള്ളതിന് ഓയിഷ്, യു ഫോർമൽ ആവുമ്പോൾ ഇറ്റ് വിൽ ബി ഈനൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ഐ, ഡെം എന്നുള്ളതിന് ഈനൻ വിത്ത് സ്മോൾ ലെറ്റർ ഐ. ഈ രീതിയിലാണ് നമുക്ക് ഡാറ്റീവിൽ പെസോനാൽ പ്രോണോമൻ വരുന്നത്. സോ ഐ ഗസ് അക്വസാറ്റീവിലും നോമിനാറ്റീവിലും നിങ്ങൾ എല്ലാവരും ഓൾറെഡി പെസോനാൽ പ്രോണോമൻ പഠിച്ചതാണ്. സോ ഇങ്ങനെയാണ് പെസോനാൽ പ്രോണോമൻ ഡാറ്റീവിൽ വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സെയിം ആസ് ദാറ്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, നമുക്കറിയാം ഡാറ്റീവിൽ, പ്രത്യേകിച്ച് ഡാറ്റീവിൽ മോസ്റ്റ് ഓഫ് ദ കേസ് എന്താണ്? ഡാറ്റീവ് പേഴ്സൺ ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് ഈ പെസോനാൽ പ്രോണോമന്റെ യൂസേജ് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും ഇവിടെ ഡാറ്റീവിൽ. ഓക്കെ, സോ ഈ ഒരു എങ്ങനെയാണ് പെസോനാൽ പ്രോണോമന്റെ പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയോ? സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതേഴ്സ് ഓൾസോ? അഖിൽ, കിങ്സ്ലി, നീരജ്? Clear. Okay, now then let's get into some examples. So first one is I am going with him. ഈ സെന്റൻസിൽ ഡാറ്റീവ്, ആ സെന്റൻസിലെ ഡാറ്റീവ് ഒബ്ജക്റ്റ് ആക്കാൻ മാത്രം എന്താ ഉള്ളത്? ഐ എം ഗോയിങ് വിത്ത് ഹിം എന്നുള്ളതിന് ഡാറ്റീവ് റിലേറ്റഡ് എന്താണുള്ളത്? ഹിം. ഹിം. എന്തുകൊണ്ട് ഹിം ഡാറ്റീവായി? വിത്ത് എന്നുള്ളത് എന്താണ്? ഒരു ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്, നമ്മൾ മിത്ത് എന്ന് പറയും. അതുകൊണ്ട് അതിനുശേഷം വരുന്ന ഹിം എന്നുള്ളത് എന്തായി മാറും? ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ഐ ആം ഗോയിങ് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? ഇഷ് ഗേഹ. യാ, ഹിം എന്നുള്ളതിന് ഡാറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഈം എന്ന് പറയും. സോ ഇറ്റ് വിൽ ബി ഇഷ് ഗേഹ മിത്ത് ഈം എന്ന് വരും. ഇഷ് ഗേഹ മിത്ത് ഈം.
ഓക്കെ, നെക്സ്റ്റ് വൺ, ഷീ ഈസ് താങ്കിങ് മീ. ടു താങ്ക് എന്നുള്ളതിന് ഏത് വേർബായിരുന്നു പറയുന്നത്? near. Dative verb. Dative. എന്തായിരുന്നു ആ വേർബ്? ഏതായിരുന്നു? ടു താങ്ക്. Danken. ഡാങ്കൻ. ഡാങ്കൻ. Danken. ഡാങ്കൻ എന്താണ്? ഒരു ഡാറ്റീവ് വേർബ് ആണ്. സോ ഡാങ്കന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. സോ ഷീ ഈസ് താങ്കിങ് മീ എന്നുള്ളതിന് ടു താങ്കിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് ഏതാണ്? Dative. Dative object. ഏതാണ് ഒബ്ജക്റ്റ്? സെന്റൻസിൽ Me, me. ഏതാണ്? Me, മീ. me. യാ, സോ ഡാറ്റീവിൽ നമ്മൾ മീ എന്നുള്ളതിന് എന്തായിരിക്കും പറയുന്നത്? Here. Near. Near. Yeah, mere എന്ന് പറയും. Very good. So sentence will be sie dankt mir. Sie dankt mir എന്ന് വരും. Okay. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ, we are congratulating them. We are congratulating them ആണ്. To congratulate എന്നുള്ളതിന് നമ്മൾ ഗ്രാറ്റുലിയറൻ എന്ന് പറയും. ഗ്രാറ്റുലിയറൻ. ഗ്രാറ്റുലിയറൻ എന്ത് വേർബായിരുന്നു? Gratulian is Dative verb. dative verb. യെസ്, ആയിക്കോ, ഡാറ്റീവ് വേർബ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദം എന്നുള്ളത് എന്തായിട്ട് മാറും? വൺ സെക്കൻഡ്. Dative object. Dative object. അതുകൊണ്ട് ഡെം എന്നുള്ളത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? ഡാറ്റീവ് പെർസോണൽ പ്രൊണോമനിൽ ഡെം എന്നുള്ള എങ്ങനെയായിരുന്നു പറയുന്നത്? Enen. With a big. ഈനൻ. Sorry. ഈനൻ വിത്ത് സ്മോൾ ലെറ്റർ small letter. ഐ. സോ നമ്മൾ എങ്ങനെ പറയും? വിയർ ഗ്രാറ്റുലിയറൻ ഈനൻ. വിയർ ഗ്രാറ്റുലിയറൻ ഈനൻ എന്ന് വരും സെന്റൻസ്. ക്ലിയർ ആയോ? സോ നമ്മളിപ്പോ നോക്കിയിരുന്നത് പെർസോണൽ പ്രോണോമൻ ആയിരുന്നു ഇൻ ഡാറ്റീവ്. ഡാറ്റീവിൽ നമ്മൾ വൺസ് അഗെയിൻ മീ എന്നുള്ളതിന് മിയർ എന്ന് പഠിച്ചു, യു ഇൻഫോർമൽ എന്നുള്ളതിന് ഡിയർ എന്ന് പഠിച്ചു, ഹിം എന്നുള്ളതിന് ഈം, ഹർ എന്നുള്ളതിന് ഇയർ, ഇറ്റ്സ് എന്നുള്ളതിന് ഈം, us എന്നുള്ളതിന് ഊൺസ്, യു ഓൾ എന്നുള്ളതിന് ഓയിഷ്, യു ഫോമൽ ആകുമ്പോൾ ഈനൻ. ഇനി ദം എന്നുള്ളതിനും ഈനൻ ബട്ട് വിത്ത് സ്മോൾ ലെറ്റർ ഐ. അല്ലെ? ഇത്ര കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മൾ ഡാറ്റീവിന്റെ സെയിം റൂളാണ് ഇവിടെ അപ്ലൈ ആവുന്നത്. അതായത് ഡാറ്റീവ് വേർബ് വന്നാൽ അതിനുശേഷം പെർസോണൽ പ്രോണോമൻ വരികയാണെങ്കിൽ ആ പെർസോണൽ പ്രോണോമൻ നമ്മൾ ഡാറ്റീവ് യൂസ് ചെയ്യണം. ഡാറ്റീവ് പ്രപ്പോസിഷൻ വന്നാൽ ആ പ്രപ്പോസിഷന് ശേഷം പെർസോണൽ പ്രോണോമൻ വരികയാണെങ്കിൽ ആ പ്രപ്പോസിഷൻ നമ്മൾ ഡാറ്റീവിൽ യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. സെയിം ആസ് നമ്മൾ അക്വസാറ്റീവിൽ പഠിച്ചതുപോലെ തന്നെ. കൺഫ്യൂസ് ആവാനൊന്നുമില്ല. സെയിം റൂൾ. ഓക്കെ. സോ ഇനി പറഞ്ഞു തരണോ അതോ ക്ലിയർ ആയോ? മാം, ആ സെക്കൻഡ് സെന്റൻസിലെ ഷീ ഈസ് താങ്കിങ് മീ, അതിന്റെ അവളെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഫോർമൽ ആയിട്ടുള്ളതിന്റെയാണോ? ഷീ ആണ്. ഷീ ഈസ് അവൾ എന്നുള്ളതാണ് വരും. ഓക്കെ. അപ്പൊ പിന്നെ ഈനല്ലേ മേഡം അവിടെ വരുന്നത്? ഷീ ഈസ് താങ്കിങ് മീ. മീ എന്നുള്ളതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ. സോ മീ ആണ് അവിടുത്തെ പെർസോണൽ പ്രോണോമൻ. അപ്പൊ അതുകൊണ്ടാണ് മിയർ വന്നത്. മീ ഈസ് ദി ഒബ്ജക്ട് ദേർ. ഓക്കെ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ഞാൻ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്യാം. ഓക്കെ. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഡാറ്റീവിന്റെ എല്ലാ റൂൾസും അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ഏതെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ.
എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
Okay, guys, completed. Done. Yeah, guys, completed, or do you need more time? Ma'am, fifth one ഒന്ന് പറഞ്ഞുതരാമോ? The dog run after me every day. Okay, okay. അവിടെ run after എന്നുള്ളത് ഒരു സിംഗിൾ വേർബ് ആണ്. ദാറ്റ് ഇസ് നാക്ലൗഫൻ. ഓക്കെ, ത്രെൻബാര വേർബ് ആണ്. അതിനനുസരിച്ച് യൂസ് ചെയ്യുക. നാക്ലൗഫൻ ഇസ് എ ഡാർട്ടി വേർബ്. അതിനനുസരിച്ച് ചെയ്യാം. അതായിരുന്നില്ലേ ഡൗട്ട്? അതെ അതെ. ഓക്കെ ഓക്കെ. Okay, I'll give 5 more minutes. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. 35-ന് we will discuss.
Okay, let's discuss now. Yeah, Renju, first one. നാം വരും സിൻ helfen nicht uns. Baru, noch einmal. വരും സിൻ helfen nicht uns. ഓക്കെ, ആ സെന്റൻസിൽ നമ്മൾ A1 പഠിച്ചൊരു ടോപ്പിക്കാണ് പ്രസന്റ് ടെൻസിൽ. ഇത് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? പ്രസന്റ് ടെൻസിൽ ഈസ് ആം ആർ പ്ലസ് മെയിൻ വെർബ് വന്നാൽ ഈസ് ആം ആറിനെ നമ്മൾ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. അപ്പൊ ഈ സെന്റൻസിൽ നമ്മൾ ആർ എന്നുള്ളത് കോൺജുഗേറ്റ് ചെയ്യണോ? വേണ്ട. അതിന് പകരം നമ്മൾ ആരെ കോൺജുഗേറ്റ് ചെയ്യാം? ഹെൽപ്പിംഗ്. ഹെൽഫൻ എന്നുള്ളത്. സോ ഹെൽഫനെ നമ്മൾ ഏത് സബ്ജക്ട് വെച്ചാ കോൺജുഗേറ്റ് ചെയ്യുന്നത്? സബ്ജക്ട് എന്താ ഇവിടെ? അസ്. അസ് ആണോ ഇവിടുത്തെ സബ്ജക്ട്? അല്ല, യു. സോ യു എന്നുള്ളതിന് ജാമൽ ഏത് യു ആണ് ഇയാൾ യൂസ് ചെയ്യുന്നത്? ഏത് യൂസ് ചെയ്യാം? ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? ഓക്കെ, ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാം. ഇൻഫോർമൽ ആയിട്ട് ഓക്കെ, ഫോർമൽ എങ്കിൽ ഫോർമൽ. ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സി എന്നുള്ളതിന്റെ കൂടെ ഹെൽഫൻ എങ്ങനെ വരും? ഫോർമൽ സി, ഫോർമൽ യു. ഫോർമൽ യു ആവുമ്പം ഹെൽഫൻ. വാറും ഹെൽഫൻ എന്ന് വരും. ഇനി സി നമ്മൾ തേർഡ് പൊസിഷനിൽ കൊടുക്കും. ഇനി ബാക്കി പറയും. വരും ഹെൽഫൻ nicht uns. നോ, വാറും ഹെൽഫൻ സി ആയി. ഇനി നോട്ട് അസ് എന്നുള്ളതാണ് ഇനി കൊടുക്കേണ്ടത്. ഇപ്പൊ എങ്ങനെ വരും? അപ്പൊ വരും ഹെൽഫൻ സി ആണോ മാഡം അടുത്തത്? വരും ഹെൽഫൻ സി nicht uns. ഉൻസ് നിഷ്ട് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പെർസോണൽ പ്രൊണോമനെ നമ്മൾ നെഗേറ്റ് ചെയ്യുമ്പോൾ നിഷ്ടിന്റെ പൊസിഷൻ സെന്റൻസിന്റെ എൻഡിലായിരിക്കും. ഓക്കെ, വാറും ഹെൽഫൻ സി ഉൻസ് നിഷ്ട് എന്ന് വരും. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് രഞ്ജു? ഫസ്റ്റ് വൺ ഇസ് ഈസ് ആം ആർ പ്ലസ് മെയിൻ വെർബ് വന്നാൽ ഈസ് ആം ആറിനെ റിമൂവ് ചെയ്യണം, മെയിൻ വെർബിനെ മാത്രം കോൺജുഗേറ്റ് ചെയ്യുള്ളൂ. പെർസോണൽ പ്രൊണോമനെ നെഗേറ്റ് ചെയ്യുമ്പോൾ പെർസോണൽ പ്രൊണോമൻ സെന്റൻസിന്റെ എൻഡിലായിരിക്കും നിഷ്ടിന്റെ പൊസിഷൻ വരിക. ഓക്കെ, ആൻഡ് സബ്ജക്റ്റ് മറക്കരുത്, പൊസിഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യാം. ഓക്കെ, നൗ സെക്കൻഡ് വൺ അഖിൽ. Die Suhe passen nicht him. ഷൂഹ എന്നുള്ളതിന്റെ കൂടെ എന്തുകൊണ്ട് പാസനായി? ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് കോൺജുഗേറ്റ് ചെയ്തപ്പോ എന്തുകൊണ്ട് പാസനായി? ദി ഷൂ എന്നുള്ളതിന് നമ്മൾ ഏത് പേഴ്സണൽ പ്രൊണോമൻ ആയിരിക്കും റെഫർ ചെയ്യുക? ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ പറഞ്ഞു ദി ഷൂ ഇസ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ അതിനെ കുറിച്ച് തന്നെ പറയുമ്പോ എങ്ങനെയായിരിക്കും പറയാ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ് ഷൂ ഇസ് ദെയർ. ഓക്കെ, ദ ഷൂ ഇസ് ദെയർ. ഇനി എനിക്ക് ആ ഷൂവിനെ തന്നെ റെഫർ ചെയ്ത് പറയണം. അപ്പൊ ഞാൻ ഏത് പേഴ്സണൽ പ്രൊണോൺ ആയിരിക്കും യൂസ് ചെയ്യുക? ഇറ്റ് എന്നുള്ളത് അല്ലേ? ഇറ്റ് എന്നുള്ള. സോ നമ്മൾ എസ് എന്നുള്ളതിനനുസരിച്ചാണ് ഷൂ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോൺജുഗേറ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും വരിക? പാസ്റ്റ് എന്ന് വരും. ദി ഷൂ ഹർ പാസ്റ്റ്. ഓക്കെ, ദി ഷൂ ഹർ പാസ്റ്റ് ഈം നിഷ്ട് എന്ന് വരും. എന്തായിരുന്നു? നിഷ്ട് ലാസ്റ്റ് വരും. Now, Neeraj. കേൾക്കാമോ? Das Auto gehört ihr. Das Auto gehört ihr എന്ന് വരും. സെക്കൻഡ് സൂ വരില്ല. Gehört zu hier. സൂ വരുന്നല്ലേ?
സൂടെ ആവശ്യമില്ല അവിടെ. മീൻസ് ഗെഹ്യോറിന്റെ മീനിങ് തന്നെ ടു ബിലോങ് ടു എന്നാണ്. ഓക്കെ, ടു ബിലോങ് ടു. സോ അവിടെ സൂടെ ആവശ്യമില്ല. ഇനി കിങ്സ്ലി. Yes, ma'am. Next one. Madam, each believe their not. ബിലീവ് ജർമ്മനിൽ എന്താ വരുന്നത്? Madam, അറിയത്തില്ല. താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ടു ബിലീവ്, ഗ്ലൗബൻ. Okay, club. Okay, madam. Okay. Okay. Yeah, madam. Is club their nicht. Hier nicht. Ich glaube Yeah. hier nicht. Okay? Okay. Okay, madam. Yeah, good. Now, again, Renju, fifth one. Fifth one, their Hund lauft jeden Tag mir nach. Noch einmal, their Hund lauft. Lauft കഴിഞ്ഞിട്ടുള്ളൊന്ന് പറയൂ. Their Hund lauft jeden Tag mir nach. സോ കറക്റ്റ് ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഞാൻ A1 ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ദാറ്റ് ഈസ് നമ്മള് പെസോണാൽ പ്രോണോമൻ വരുമ്പോൾ പെസോണാൽ പ്രോണോമന്റെ പൊസിഷൻ വിൽ ബി ഓൾവേസ് ഇൻ തേർഡ് പൊസിഷൻ, ഓൾവേസ്, നോ മാറ്റർ വാട്ട്. ഓക്കെ, സോ ഇപ്പൊ തേർഡ് പൊസിഷനിലാണ് ആര് വരേണ്ടത്? മിയർ വരേണ്ടത്. എന്നിട്ട് ഗെയ്ഡൻ ടാഗ് നാക്ക്. എല്ലാ സെന്റൻസിലും അങ്ങനെ തന്നെയാണോ മാഡം? എല്ലാ സെന്റൻസിലും ഐ മീൻ പെസോണാൽ പ്രോണോമൻ, ഐ മീൻ പ്രപ്പോസിഷൻ ഇല്ലാതെ പെസോണാൽ പ്രോണോമൻ വരികയാണെങ്കിൽ പെസോണാൽ പ്രോണോമന്റെ പൊസിഷൻ വിൽ ബി ഓൾവേസ് ഇൻ തേർഡ് പൊസിഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈം റിലേറ്റഡ് കാര്യം കൊടുക്കുക. മാം അതുപോലെ തന്നെ ഈ ദേറും ദെന്നും അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ടോ ഇവിടെ? അതായത് ഈ സെന്റൻസിൽ ചേഞ്ച് ആവാനൊന്നും ഇല്ലല്ലോ. ഒബ്ജക്റ്റിൽ മാത്രല്ലേ ചേഞ്ച് ആവുക. ഇവിടെ ഒബ്ജക്റ്റ് വേറെ ഒന്നും വരുന്നില്ലല്ലോ. ഇനി നെക്സ്റ്റ് വൺ അഖിൽ. Their Hund lauft mir jeden Tag nach. ചാറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി. എല്ലാം ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. Their Hund lauft mir jeden Tag nach. You can trust them അല്ലേ പറഞ്ഞ ക്ലാസ്? Yeah. Sie können verturen ihnen verturen, sorry. Yeah, ihnen vertrauen. Okay, vertrauen. ഒന്നുകൂടെ പറയൂ, അത് പ്രൊനൗൺസ് ചെയ്യൂ. Sie können ihnen vertrauen. Vertrauen. Okay. Yeah, Sie können ihnen vertrauen. Yes. Very good. Any next one, Neeraj? Der Lehrer versehen sie. Why versehen with Lehrer? Lehrer plural ആണോ? അല്ല, ഫെമിനിൻ ഇറ്റായിട്ടാ യൂസ് ചെയ്യണോ? അതാ ടീച്ചറിനെ നിങ്ങൾ ഇറ്റ് എന്നാണോ വിളിക്കുക? അല്ല, യു എന്നല്ല പറയാ. യു എന്നാണ്. നേരിട്ടാകുമ്പോ യു എന്ന് പറയും. ഓക്കെ, നേരിട്ടാകുമ്പോ യു എന്ന് പറയും. എന്നെ കുറിച്ച് നീരജ് പോയി രഞ്ജുവിനോട് പറയാം. അപ്പൊ എങ്ങനെയായിരിക്കും പറയാ? പേരല്ലേ പറയുള്ളൂ. പേരെന്ന് പറയാം. ഫസ്റ്റ് ടൈം ഇയാൾ പേര് പറയും. പിന്നെ എന്നെ കുറിച്ച് പറയുമ്പോ സെക്കൻഡ് സെന്റൻസ് പറയുമ്പോ എങ്ങനെയാ പറയാ? ഷീ എന്ന് പറയും. സിയുടെ കൂടെ എങ്ങനെയാണ്? എർസിയസിന്റെ കൂടെ എങ്ങനെയാ വരാ? ടി എൻഡിങ് വരും. ഫെർസൈറ്റ്. Der Lehrer verzeiht ihnen. Okay? എപ്പോഴും ഒരു നൗണ് കിട്ടി അത് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിക്കുക. നമ്മൾ സെക്കൻഡ് ടൈം അവരെ കുറിച്ച് പറയുമ്പോൾ ഏത് പെർസോണൽ പ്രോണോമനാ യൂസ് ചെയ്യാം, അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യാം. മുമ്പത്തെ സെന്റൻസില്
Yeah. ലാസ്റ്റിലല്ല ഇത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഫെർത്രൗവൻ വന്നത് യെസ് ബിക്കോസ് എന്തുകൊണ്ടാണ് മൊഡാൽ വേർബ് അവിടെ വന്നു? ബട്ട് നോ മാറ്റർ വാട്ട് ആ സെന്റൻസിലെ മെയിൻ വേർബ് ആരാണ്? ഫെർത്രൗവൻ ആണ്. സോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈനൻ കോൺജുഗേറ്റ് ചെയ്യാൻ, ദം എന്നുള്ളത് കോൺജുഗേറ്റ് ചെയ്യാൻ. ഓക്കെ മൊഡാൽ വേർബ് മാം വരുമ്പോ പൊസിഷൻ മാറുമല്ലോ അപ്പൊ മൊഡാൽ വേർബ് നമുക്കറിയാം. മൊഡാൽ വേർബ് വന്നാൽ മൊഡാൽ വേർബ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും, മെയിൻ വേർബ് എൻഡിലേക്ക് പോകും. ഇൻഫിനിറ്റീവ് ഫോമിൽ. ഓക്കെ ഓക്കെ മാം ആ 7th ഒന്നുകൂടെ പറയാവോ? ഓക്കെ ദേർ ലേറർ ഫെർസൈറ്റ് ഈനൻ. ചാറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി, ഞാൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഫെർസൈറ്റ് ഈനൻ. കിങ്സ്ലി ലാസ്റ്റ് വൺ. യെസ് മാം. വരും ആൻഡ് വാട്ട് ടെസ്റ്റ് And what test? സി മിയർ Mere. Mere കഴിഞ്ഞിട്ട് ബാറു. വാറു ആൻഡ് വാട്ട് ടെസ്റ്റ് സി നെക്സ്റ്റ് മിയർ നിഷ്ട്. മിയർ നിഷ്ട്. ഓക്കെ അത് വൺ തിങ്. അവിടെ എന്തുകൊണ്ട് സിയുടെ കൂടെ ആൻ വോട്ട് ടെസ്റ്റ് വന്നു? ആൻ വോട്ട് ടെസ്റ്റ് ആണോ വരേണ്ടത്? ST എൻഡിങ് ആണോ RCSന്റെ കൂടെ വരാറ്? മിയർ നെക്സ്റ്റ് നോ നോ നോ. ആൻ വോട്ടൻ എന്നുള്ളതിന് നമ്മൾ സിയുടെ കൂടെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? RCSന്റെ കൂടെ T എൻഡിങ് അല്ല വരിക, ST എൻഡിങ് അല്ലല്ലോ, T എൻഡിങ്. സോ ഇറ്റ് വിൽ ബി വാറും ആൻ വോട്ടഡ്. ഓക്കെ സി മിയർ നിഷ്ട്. വാറും ആൻ വോട്ടഡ് സി മിയർ നിഷ്ട് എന്ന് വരും. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ സോ ഇത്രയൊക്കെയാണ് പെർസണൽ പ്രോനോമനിൽ വരുന്ന എക്സസൈസ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. ഡൗട്ട്സ് ഉണ്ടോ? മാം ഈ ദാറ്റ് കേസില് പ്രസന്റും പാസ്റ്റും അങ്ങനെ വരും, എല്ലാം വരും അല്ലേ? എല്ലാം വരും. ഡാറ്റീവ് വാസ് ജസ്റ്റ് എ കേസ്. അവിടെ പ്രസന്റ് വരാം, പാസ്റ്റ് വരാം, ഫ്യൂച്ചർ വരാം, മൊഡാൽ വേർബ് വരാം, ട്രെൻഡ് ബാരന്റ് വേർബ് വരാം, എല്ലാം വരാം. ഓക്കെ Any other doubts related to this topic? ഇല്ല. ഓക്കെ സോ ഇത്രയൊക്കെയാണ് പെർസണൽ പ്രോണോമനിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൊസസീവ് പ്രോണോമൻ ഇൻ ഡാറ്റീവ്. നമ്മൾ ഓൾറെഡി പൊസസീവ് പ്രോണോമൻ ഇൻ അക്വസാറ്റീവും നോമിനാറ്റീവും പഠിച്ചിരുന്നു. വാട്ട് വാസ് പൊസസീവ് പ്രോണോമൻ? എന്തിനായിരുന്നു പൊസസീവ് പ്രോണോമൻ യൂസ് ചെയ്യുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരുന്നു? എന്റെ, ഞങ്ങളുടെ. ഈ എന്റെ, ഞങ്ങളുടെ എന്നുള്ളതൊക്കെ എന്താ കാണിക്കുന്നത്? ഒരു സാധനം കാണിക്കുന്നുണ്ട് ആ വേർഡ്സ്. എന്റെ, നിന്റെ, ഞങ്ങളുടെ എന്നുള്ളതൊക്കെ സംതിങ്, അതെന്തോ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ്? ജസ്റ്റ് അതിന്റെ വേർഡും കൂടെ നോക്കുക. പൊസസീവ് പ്രോണോമൻ. ഈ വേർഡ്സ് എന്താ കാണിക്കുന്നത്? അതിന്റെ ടൈറ്റിലിൽ തന്നെയുണ്ട് അത്. സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ, ഒരു പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആണ് എന്ത്? പൊസസീവ് പ്രോണോമൻ. ഓക്കെ ഈ എന്റെ, നിന്റെ എന്നൊക്കെ ഉള്ളത്. മൈ കാർ എന്നുള്ളത് എന്താ കാണിക്കുന്നത്? കാറിന്റെ ഓണർഷിപ്പ് ആണ് കാണിക്കുന്നത് അല്ലെ? ഈ കാറ് ഈ മൈ എന്ന് പറഞ്ഞ ഇയാളാണ് ഓൺ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാണിക്കാണ്. സോ ഇങ്ങനെ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺസ് ആണ് പൊസസീവ് പ്രോണോമൻ. ഓക്കെ സോ നിങ്ങൾ ഓൾറെഡി പൊസസീവ് പ്രോണോമൻ നോമിനാറ്റീവിലും അക്വസാറ്റീവിലും പഠിച്ചിട്ടുണ്ടാവും.
പൊസസീവ് പ്രോണോമൻ നമ്മൾ പഠിക്കുമ്പം നിങ്ങൾ A1 പഠിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ പറഞ്ഞിരുന്നു പൊസസീവ് പ്രോണോമൻ ഒരു പൊസഷൻ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആർട്ടിക്കിൾസ് പോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് ആൻഡ് സെൻഡർ അതിന്റെ എൻഡിങ്ങിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്നിട്ട് നിങ്ങൾ ഓഫ് കോഴ്സ് എന്താ പറയാ നോമിനാറ്റീവിൽ എങ്ങനെ വരും എന്നുള്ള പഠിച്ചിട്ടുണ്ടാവും. അക്വസാറ്റീവിൽ വരുമ്പോൾ ഏത് ജെൻഡറിൽ മാത്രമായിരുന്നു ഡിഫറൻസ് വന്നിരുന്നത്? പൊസസീവ് പ്രോണോമൻ മാസ്കുലിൻ മാസ്കുലിൻ മാത്രം. മാസ്കുലിൻ മാത്രം. എന്തായിരുന്നു വന്ന ഡിഫറൻസ്? ഫോർ എക്സാമ്പിൾ മൈൻ എന്നുള്ളത് എടുക്കാം. മൈൻ, ഓക്കെ, മൈൻ എന്നുള്ളത് മാസ്കുലിൻ എങ്ങനെയായിരുന്നു? മൈനൻ, ഇഎൻ എന്ന എൻഡിങ് വന്നു അല്ലെ. ബാക്കിയൊരു ജെൻഡറിലും ചേഞ്ച് വന്നിരുന്നില്ല. ഇനിയിപ്പോ അത് നമുക്ക് ഡാറ്റീവിൽ എങ്ങനെയാവും നോക്കാം. ഡാറ്റീവിൽ നമുക്കറിയാം മാസ്കുലിനിലും നോയ്ത്രൂമിലും ഇഎം എന്ന എൻഡിങ് വരും. സോ മൈൻ എന്നുള്ളത് ഇങ്ങനെ വരും, മാസ്കുലിനിൽ മൈനം വരും. നോയ്ത്രൂമിൽ എങ്ങനെ വരും? മൈനം. ഇനി ഫെമിനിനിൽ നമുക്കറിയാം ഡി എന്നുള്ളത് ദേറായി അല്ലെ. ഇപ്പൊ ER എന്ന എൻഡിങ് ആണ് വരുന്നത്. സോ മൈൻ എന്നുള്ളത് എന്തായിട്ട് മാറും? മൈനർ എന്നാവും. പ്ലൂരൽ എന്ത് എൻഡിങ് ആയിരുന്നു വരുന്നത് ഡാറ്റീവിൽ? EN എൻഡിങ് ആണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി മൈനൻ. ഓക്കെ, മാസ്കുലിൻ മൈനം, നോയ്ത്രൂം മൈനം, ഫെമിനിൻ മൈനർ, പ്ലൂരൽ മൈനൻ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ടൈൻ എന്നുള്ളത് നോക്കാം. യുവർ ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോൾ. സോ അക്വസാറ്റീവിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മൾ EN എൻഡിങ് മാസ്കുലിനിൽ മാത്രം ചേഞ്ച് വരുന്നുള്ളൂ, വേറെ ജെൻഡറിലൊന്നും വരുന്നില്ല. ബട്ട് കമ്മിങ് ടു ഡാറ്റീവ് നമുക്കറിയാം എല്ലാ ജെൻഡറിലും ചേഞ്ച് വരുന്നുണ്ട്. മാസ്കുലിനും നോയ്ത്രൂം സെയിം ആണ്, EM എൻഡിങ് വരും. സോ ഇറ്റ് വിൽ ബി ഡൈനം അല്ലെ. ഫെമിനിനിൽ വരുമ്പോൾ എങ്ങനെയായിട്ട് മാറും? ഡൈനർ എന്നായിട്ട് മാറും. പ്ലൂറലിൽ വരുമ്പോ ഡൈനൻ. ഇനി സൈൻ എന്നുള്ളത് എങ്ങനെ വരും എന്നുള്ള നോക്കാം. സൈന് നമ്മൾ രണ്ട് കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹിസ് അല്ലെങ്കിൽ ഇറ്റ്സ് എന്ന് പറയാനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? സൈൻ എന്നുള്ളതാ യൂസ് ചെയ്യുന്നത് അല്ലെ. സോ മാസ്കുലിനിൽ എങ്ങനെ വരും സൈന്? സൈനം. നോയ്ത്രൂമിലും എങ്ങനെ വരും? ഫെമിനിനിൽ സൈനർ എന്ന് വരും. പ്ലൂരലിൽ വരുമ്പോ സൈനൻ. ഇനി കമ്മിങ് ടു യു പ്ലൂറൽ ആയി പറയുമ്പോൾ യുവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇയർ എന്ന് യൂസ് ചെയ്യും. സോ മാസ്കുലിനിൽ എങ്ങനെ വരും? ഇയറം. നോയ്ത്രൂം അതേഴ്സ് ഓൾസോ. മനസ്സിലാവുന്നുണ്ടല്ലോ സംഭവം എങ്ങനെയാന്നുള്ളത്? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, നോയ്ത്രൂമിലും എങ്ങനെ വരും? ഇയറം എന്ന് വരും. ഫെമിനിനിൽ ഇറ്റ് വിൽ ബി ഇയറർ, പ്ലൂറലിൽ ഇയറൻ. ഓക്കെ, ഇനി കമ്മിങ് ടു ആർ എന്നുള്ളതിന് നമ്മൾ ഉൻസർ എന്ന് പഠിച്ചിരുന്നു. മാസ്കുലിൻ ഡാറ്റീവിൽ ഉൻസറം, നോയ്ത്രൂം ഉൻസറം, ഫെമിനിൻ ഉൻസറൻ, പ്ലൂറൽ ഉൻസറൻ. ഓക്കെ, ഇനി യോർ പ്ലൂറൽ ആയി പറയുമ്പോൾ യോർ ഓൾ എല്ലാവരും റെഫർ ചെയ്ത് യോർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഓയർ എന്ന് പഠിച്ചിരുന്നു അല്ലെ. അത് മാസ്കുലിനിലും നോയ്ത്രൂമിലും ഓയറം എന്ന് വരും, ഓയറം. ഇനി അത് ഫെമിനിനിലാകുമ്പോൾ ഓയറൻ, പ്ലൂറൽ ഇറ്റ് വിൽ ബി ഓയറൻ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് രണ്ട് സി ആണ് നോക്കുന്നത്. ദാറ്റ് ഇസ് നമ്മൾ ഷീ എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്, ഷീ എന്നുള്ളതും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ദം എന്നുള്ളതിനും ദേ എന്ന് പറയാനും എങ്ങനെയാ പറയാന്നുള്ള നോക്കുന്നത്. സോ ഓൾറെഡി നമ്മൾ ഇയറും പഠിച്ചിട്ടുണ്ട്, ഇയർ എന്നുള്ള പഠിച്ചിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ദാറ്റ് ഈസ് മാസ്കുലിൻ ഇയറും, നോയ്ത്രൂം ഇയറും, ഫെമിനിൻ ഇയറർ, പ്ലൂരൽ ഇയറർ. ഓക്കെ, സോ ഇത്ര ഓർത്താൽ മതി. പൊസസീവ് പ്രോണോമൻ നമ്മുടെ ആർട്ടിക്കിളിൽ പഠിച്ചതുപോലെ തന്നെ സെയിം പാറ്റേൺ ഓഫ്
ഒരു ഇതായിരിക്കും ഫോളോ ചെയ്യുക. ദാറ്റ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് ആൻഡ് ജെൻഡർ നമുക്ക് എന്ത് മാറും, അതിന്റെ എൻഡിങ്ങിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പൊസസീവ് പ്രോണോമിനിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡാറ്റീവിൽ വരുന്ന ചേഞ്ചസ് എന്താണ്? മാസ്കുലിനിൽ EM വരും, നോയ്ത്രൂമിലും EM എൻഡിങ് വരും, ഫെമിനിനിൽ ER എൻഡിങ് വരും, പ്ലൂരലിൽ EN എൻഡിങ് വരും. ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? പൊസസീവ് പ്രോണോമിന് എൻഡിങ് കൊടുക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ടോപ്പിക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഐ കൺഗ്രാറ്റുലേറ്റ് മൈ ഡോട്ടർ എന്നുള്ളതാണ്. ഓക്കെ, കൺഗ്രാറ്റുലേറ്റ് എന്നുള്ളതിന് നമ്മൾ ഗ്രാറ്റുലിയറൻ എന്നുള്ള വേർബ് പഠിച്ചിരുന്നു. ഇതെന്തായിരുന്നു? ഒരു ഡാറ്റീവ് വേർബ് ആയിരുന്നു അല്ലെ? ഗ്രാറ്റുലിയറൻ ഒരു ഡാറ്റീവ് വേർബ് ആയതുകൊണ്ട് മൈ ഡോട്ടർ എന്നുള്ളത് എന്തായിട്ട് മാറും? മൈനർ ഐ മീൻ എന്ത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും? Dative object. ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഡോക്ടർ എന്നുള്ളതിന് നമ്മൾ ദി ഡോക്ടർ എന്ന് പറയും, ദി ഡോക്ടർ. ഓക്കെ, സോ മൈ എന്നുള്ളതിന് മൈൻ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ നോക്കണ്ടേ? ഡാറ്റീവ് ഫെമിനിനിൽ മൈ എന്നുള്ളത് എങ്ങനെയായിരുന്നു പറയുന്നത്? മൈനർ മൈനർ എന്ന് പറയും. സോ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഇഷ് ഗ്രാറ്റുലിയറ മൈനർ ടോക്ടർ, ഇഷ് ഗ്രാറ്റുലിയറ മൈനർ ടോക്ടർ എന്ന് വരും. ഇവിടെ എന്തുകൊണ്ടാണ് മൈനർ ആയത്? ഗ്രാറ്റുലിയറൻ ഡാറ്റീവ് വേർബ് ആണ്, അതുകൊണ്ട് മൈ ഡോട്ടർ എന്നുള്ളത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയി. അപ്പൊ നമ്മൾ ഫെമിനിനുമാണ്, ദി ടോക്ടർ എന്നാണ്. സോ ഫെമിനിനിൽ ഡാറ്റീവ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ? മൈ. സോ ഇറ്റ് വിൽ ബി ഇഷ് ഗ്രാറ്റുലിയറ മൈനർ ടോക്ടർ എന്ന് വരും. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ ഈസ് ഐ ആം ഗോയിങ് വിത്ത് മൈ ഹസ്ബൻഡ്. ഐ ആം ഗോയിങ് വിത്ത് മൈ ഹസ്ബൻഡ് എന്നാണ് സെന്റൻസ് വരുന്നത്. സോ ഇവിടെ നമുക്കറിയാം വിത്ത് എന്നുള്ളത് ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. വിത്ത് എന്നുള്ളതിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? മിത്ത് എന്ന് പറയും. അതുകൊണ്ട് മൈ ഹസ്ബൻഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും അല്ലെ? ഹസ്ബൻഡ് എന്നുള്ളതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് ദേർ മാൻ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദേർ മാൻ മാസ്കുലിൻ ആണ്. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ? മാസ്കുലിനില് ഡാറ്റീവില് മൈൻ എങ്ങനെയാ പറയാന്നുള്ളത് അല്ലെ? മാസ്കുലിൻ ഡാറ്റീവ് മൈൻ എങ്ങനെയാ പറയുന്നത്? മൈനൻ ആണോ? മൈനം എന്ന് പറയും. സോ ഇറ്റ് വിൽ ബി ഇഷ് ഗേഹ മിത് മൈനം മാൻ, ഇഷ് ഗേഹ മിത് മൈനം മാൻ എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താണ് ഡാറ്റീവ് ആക്കി മാറ്റിയത്? വിത്ത് എന്ന പ്രപ്പോസിഷൻ ആണ്. സോ അതിനനുസരിച്ച് നമ്മൾ മൈ ഹസ്ബൻഡ് എന്നുള്ളതിനെ നമ്മൾ കൊടുത്തു അല്ലെ? എൻഡിങ്ങും എല്ലാം കൊടുത്തു. ഇനി ലാസ്റ്റ് വൺ ഈസ് ദേ ആർ നോട്ട് ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ. ഓക്കെ, ദേ ആർ നോട്ട് ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ എന്നാണ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ടു ഹെൽപ്പ് എന്നുള്ളതിന് നമ്മൾ ഹെൽഫൻ എന്ന് പറയും അല്ലെ? ഹെൽഫൻ എന്നുള്ളത് എന്താണ്? ഒരു ഡാറ്റീവ് വേർബ് ആണ്. അതുകൊണ്ട് അതിന് ശേഷം വരുന്ന ദേർ ചിൽഡ്രൻ എന്നുള്ളത് എന്തായിട്ട് മാറും? ഡാറ്റീവ് ഒബ്ജക്റ്റ്. ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂരൽ ആണ്, ദി കിൻഡർ എന്ന് പറയും അല്ലെ? അപ്പൊ നമ്മള് ഡെയർ എന്നുള്ളതിന് ഇയർ എന്ന് പഠിച്ചിരുന്നു. ഇയർ എന്നുള്ളത് നമ്മൾ എവിടെയാ ചെക്ക് ചെയ്യേണ്ടത്? ഇയർ എന്നുള്ളത് നമ്മൾ പ്ലൂരൽ ഡാറ്റീവിൽ ഇയർ എങ്ങനെയാ വരുന്നത്? ഇയറൻ എന്ന് വരും. സോ ഇറ്റ് വിൽ ബി Sie helfen ihren Kindern nicht. Okay, Sie helfen ihren Kindern nicht എന്ന് വരും. ഓക്കെ, സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, നമുക്കൊരു ഡാറ്റീവ് ഒബ്ജക്റ്റ് കിട്ടിയാൽ നമ്മൾ അതിന് പൊസസീവ് പ്രോണോമൻ കൊടുക്കുമ്പോൾ ആദ്യം നമ്മളത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഏത് പൊസസീവ് പ്രോണോമനാ കൊടുക്കേണ്ടതെന്നുള്ള ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ ജെൻഡർ നോക്കുക. ജെൻഡർ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ നോക്കണ്ടേ? കേസ് ഏതാന്നുള്ളതും കൂടി കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊസസീവ് പ്രോണോമൻ യൂസ് ചെയ്യുക. ഓക്കെ, ഡാറ്റീവിൽ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. മാസ്കുലിനിൽ EM എൻഡിങ് ആയിരിക്കും വരാം, നോയ്ത്രൂമിലും EM എൻഡിങ് ആയിരിക്കും വരാം, ഫെമിനിനിൽ ER എൻഡിങ് വരും, പ്ലൂരലിൽ EN എൻഡിങ് വരും. ഈ ഒരു രീതിയിലാണ് പൊസസീവ് പ്രോണോമൻ വരുന്നത്. സോ എക്സാമ്പിൾസ് ക്ലിയർ ആയോ? എങ്ങനെയാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് പൊസസീവ് പ്രോണോമൻ കറക്റ്റ് യൂസ് ചെയ്യാന്നുള്ളത്? And others also? Yes. Okay, fine. So നിങ്ങൾക്ക് എക്സസൈസ് ഇപ്പോൾ ചെയ്യണോ അതോ ഹോംവർക്ക് ആവണോ? ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 11. പിന്നെ ചെയ്തിട്ടില്ല. എങ്ങനെയായിരുന്നു?
ഇപ്പൊ ചെയ്യണം മാഡം. If you can, it's fine because ഇത് കഴിയുമ്പോഴത്തേന് 11:30 ആവും. If you have enough time, we can do that, everyone. ഞാൻ ഹോംവർക്ക് ആയിട്ട് അയച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ബട്ട് നെക്സ്റ്റ് ക്ലാസ്സിന്റെ മുന്നേ ഇത് അയക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ന് രാത്രി തന്നെ ചെയ്ത് അയക്കാൻ നോക്കുക. ഓക്കെ, സോ ദാറ്റ് എനിക്ക് ശരിക്കും വേറൊരു ഹോംവർക്കും കൂടെ തരാം നിങ്ങൾക്ക്. ഇത് ക്ലാസ് എക്സസൈസ് ആണല്ലോ ഓൾറെഡി. അല്ല, വർക്കിലായിരിക്കും ഞാൻ. മോസ്റ്റ്ലി നാളെ അയക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഫൈൻ നൈറ്റ്. ഫൈൻ. യാ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഏതോ പേഴ്സണൽ ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഫൈൻ. Okay. Okay then. So Thank you, that's ma'am. all for today. Yeah. Thank you. Okay. Yeah. Choose. Yes. Yes, ma'am. Yeah, choose. Yeah, yes, ma'am. Yeah, choose.